ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പിൻ്റെ സമയത്തും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ പഴംപോള എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ പഴമാണ് ഉള്ളതെന്ന് വെച്ചാൽ 2 എടുത്താൽ മതി. ഞാനിവിടെ 1/2 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് 4ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തീരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കരുത്. കുറച്ച് കനത്തോടു കൂടി വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ പഴം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഇനി ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പഴം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. എക്സ്ട്രാ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കുമ്പോൾ പഴം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പഴത്തിൻ്റെ കളറൊന്ന് മാറി നല്ലൊരു കളറായിട്ട് കിട്ടും. ഇപ്പോൾ പഴം ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു, നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് ഇപ്പോൾ പഴത്തിന് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 4 മുട്ട കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ അളവ് നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ പഴംപോളയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ പാൽപ്പൊടിക്ക് പകരം നമുക്ക് പാൽ മാത്രം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ അടിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കിതൊരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴംപോളയ്ക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പഴംപോള റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാനിലാണ് പഴംപോള ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഴിയുള്ള വട്ടം കുറഞ്ഞ പാത്രമാണെങ്കിൽ അത് എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഇതാവുമ്പോൾ പഴംപോളയ്ക്ക് അത്ര കനം ഉണ്ടാവില്ല.
ഇപ്പോൾ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ താഴെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴംപോള കരിഞ്ഞ് പോവാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ അടിയിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇനി നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത്. ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അത് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്വയർ വെച്ച് കുത്തി നോക്കിയിട്ട് വെന്തുന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ബാറ്ററിൻ്റെ തിക്കിനനുസരിച്ചും നമ്മുടെ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചും ഇതിൻ്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പരന്ന പാത്രം ആവുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. വട്ടം കുറഞ്ഞ പാത്രമാണെങ്കിൽ കുക്കിംഗ് ടൈം കുറച്ചും കൂടിയും കൂടുതൽ നേരം ഉണ്ടാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗമാണ് വെന്ത് വന്നിട്ടുള്ളൂ. ഇനിയൊരു 5 മിനിറ്റും കൂടിയും ആയാൽ ഇത് റെഡിയായി കിട്ടും. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വല്ലാണ്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഇത്തിരി കൂടുതലാണ്. ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിൽ അധികം ഇരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണം നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടിയും കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം മൊത്തം കരിഞ്ഞു പോവും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്ക്വയർ വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്വയറിൽ ഇത് ഒട്ടി പിടിക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റിന് ശേഷം ഇത് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു നല്ല കളറ് കിട്ടാനായിട്ട് ഞാൻ അതേ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു നല്ല കളറ് കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നോമ്പിൻ്റെ സമയത്തും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.